നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്കും ലഭിക്കുമോ PM കിസാൻ പദ്ധതി? വിശദാംശങ്ങൾ നോക്കാം. സ്ത്രീകൾക്ക് PM കിസാൻ പദ്ധതിയിൽ നിന്ന് പ്രയോജനം ലഭിക്കുമോ? പല സ്ത്രീ കർഷകരും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ചിലർ അപേക്ഷിക്കാൻ ശ്രമിച്ചിട്ടും ശരിയായ വിവരം ഇല്ലാത്തതിനാൽ പലപ്പോഴും പിഴവുകൾ സംഭവിക്കുന്നു. PM കിസാൻ പദ്ധതി എന്താണ്? സ്ത്രീകൾക്ക് ലഭിക്കുമോ? യോഗ്യതാ നിബന്ധനകൾ എങ്ങനെയാണ്? ഭൂമി ആരുടെ പേരിലായിരിക്കണം? അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം? EKYC എങ്ങനെ ചെയ്യാം? സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം? സാധാരണ പിഴവുകൾ, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, പുതിയ അപ്ഡേറ്റുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഈ പദ്ധതി ആരംഭിച്ചത് 2019 ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് പദ്ധതികളിൽ ഒന്നാണ്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ നൽകുക എന്നതാണ്. ഈ 6000 രൂപ ഒരുമിച്ച് നൽകുന്നില്ല. അതിനു പകരം 2000 വീതം 3 തവണയായി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT വഴി നൽകുന്നു. അതായത് പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. മധ്യസ്ഥർ ഇല്ല, വിളംബം കുറയും, സുരക്ഷിതമായി പണം ലഭിക്കുകയും ചെയ്യും. ഇത് പദ്ധതി എന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത്? കർഷകർ നേരിടുന്ന പ്രധാന ചെലവുകൾ വിത്തുവാങ്ങൽ, വളങ്ങൾ, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം, കൃഷി ഉപകരണങ്ങൾ. ഈ ചെലവുകൾ എല്ലാം വലിയതാണ്. അതുകൊണ്ട് 6000 രൂപ ചെറിയ തുകയാണെന്ന് തോന്നിയാലും കർഷകർക്ക് ഇത് വലിയ സഹായമാണ്. പ്രത്യേകിച്ച് ചെറുകിട കർഷകർ, ചെറിയ ഭൂമിയുള്ളവർ, കുടുംബം കൃഷി നടത്തുന്നവർ, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനമാകുന്നത്. സ്ത്രീകൾക്ക് PM കിസാൻ ലഭിക്കുമോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഉത്തരം അതെ, ലഭിക്കുമെന്നതാണ്. പക്ഷേ ചില പ്രധാന നിബന്ധനകൾ പാലിക്കണം. സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് സ്ത്രീ കർഷകർക്കും ഈ പദ്ധതിയിൽ പൂർണ്ണമായും അപേക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഒരു പ്രധാന വ്യവസ്ഥ, ഭൂമി സ്ത്രീയുടെ പേരിലായിരിക്കണം. ഭൂമി സ്ത്രീയുടെ പേരിലായാൽ, ഒരു സ്ത്രീയുടെ പേരിൽ കൃഷിയോഗ്യ ഭൂമി ഉണ്ടെങ്കിൽ, ഭൂമി രേഖകൾ ശരിയായാൽ, മറ്റ് യോഗ്യതകൾ പാലിച്ചാൽ അവർക്കും PM കിസാൻ ലഭിക്കും. ഭൂമി ഭർത്താവിന്റെ പേരിലാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല. കാരണം ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷിക്കുന്ന സമയത്ത് ഭൂമി സ്വന്തം പേരിലായിരിക്കണം, ആധാർ ലിങ്ക് ചെയ്തിരിക്കണം, ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കണം, മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. ഇവയില്ലെങ്കിൽ പണം ലഭിക്കാതെ പോകാം. സർക്കാർ ജോലിയുള്ളവർക്ക് ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഇതിൽ അനുവദിക്കുന്നതല്ല. ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് സർക്കാർ ജീവനക്കാർ, വിരമിച്ച സർക്കാർ ജീവനക്കാർ, ഉയർന്ന പെൻഷൻ ലഭിക്കുന്നവർ. ഇവർക്ക് PM കിസാൻ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ. ഒരു കുടുംബത്തിൽ ആരുമെങ്കിലും ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് PM കിസാൻ ലഭിക്കില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം കൂടിയാണ്. അതുപോലെ തന്നെ MLA, MP, മേയർ, മിനിസ്റ്റർ പോലുള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല. ആധാർ ലിങ്ക് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം. PM കിസാൻ ലഭിക്കാൻ ആധാർ നിർബന്ധമാണ്. ആധാർ ലിങ്ക് ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ടുമായും മൊബൈൽ നമ്പറുമായാണ്. ഇത് ഇല്ലെങ്കിൽ DBT വഴി നമുക്ക് പണം ലഭിക്കുന്നതിൽ വളരെ ആശങ്ക ഉണ്ടാകുന്നതായിരിക്കും. സ്ത്രീകൾ അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ലാൻഡ് ഡോക്യുമെന്റ്സ്, മൊബൈൽ നമ്പർ, റേഷൻ കാർഡ് ഇവയെല്ലാം കൊണ്ടുപോകുക. അതുതന്നെ ഭൂമി രേഖകൾ വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് പട്ടയം, കാട്ട, ലാൻഡ് റെക്കോർഡ് ഇവയൊക്കെയാണ് അനിവാര്യമായിട്ടുള്ളത്. EKYCയും അതുപോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അത് ഓൺലൈനായിട്ടും CSC സെന്റർ വഴിയും ആധാർ OTP വെരിഫിക്കേഷൻ വഴിയായിരിക്കും ചെയ്തു തീർക്കുക. 22ാം ഗഡു വിവരങ്ങൾ 2026 മാർച്ച് 13 ഇന്ത്യയുടെ പ്രധാനമന്ത്രി PM കിസാൻ പദ്ധതി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർക്ക് പണം ലഭിച്ചും കഴിഞ്ഞിരുന്നു. അടുത്തതായി വരാൻ പോകുന്നത് 23ാം ഗഡുവാണ്. അതിനായി എല്ലാ കർഷകരും കാത്തിരിക്കുകയാണ്. 22ാം ഗഡുവിന് ശേഷം അടുത്ത ഗഡു ജൂലൈ മാസത്തിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മാത്രം ഉറപ്പാക്കുക. അതും നമ്മളുടെ ചാനലിൽ ഔദ്യോഗികമായി വന്നാൽ ഉടനടി അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കാനായി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം ആധാർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽകി നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപേക്ഷയിലെ പിഴവുകൾ പലപ്പോഴും പണം ലഭിക്കാത്തതിന് കാരണമാകും. ആധാർ മിസ്മാച്ച്, നെയിം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ബാങ്ക് അക്കൗണ്ട് ഇനാക്റ്റീവ്, ലാൻഡ് റെക്കോർഡ് എറർ ഇവയെല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം ലഭിക്കാതെ പോകും. അതുകൊണ്ട് അവയെല്ലാം ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.